എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ഒരു 250 വാട്ട്സ് RMS കിട്ടുന്ന ഒരു സബ്വൂഫർ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഒരു ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ. അതിൽ ഞാൻ എടുത്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറാണ്. അതിൽ ഞാൻ 2 ട്രാൻസ്ഫോമറാണ് എടുത്തിട്ടുള്ളത്. ടൊറോയിഡിൻ്റെ ഓവൽ ഷേപ്പ് ട്രാൻസ്ഫോമറാണിത്. 24024 ആണ് ഇതിൻ്റെ വോൾട്ടേജ്. ഇതാണ് സബിനെ മെയിൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ. അടുത്ത രണ്ടാമത് എടുത്തിട്ടുള്ളത് ടൊറോയിഡാണ്. അത് ടൊറോയിഡിൻ്റെ റൗണ്ട് കോറിൻ്റെ ട്രാൻസ്ഫോമറാണ് എടുത്തിട്ടുള്ളത്. ഇത് ബാസ് ട്രബിളിനും സബ് ഫിൽറ്ററിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ ഫാനിനും ഇതിൽ നിന്ന് പവർ സപ്ലൈ എടുക്കാം. നമുക്കിതിൻ്റെ പവർ സപ്ലൈ നോക്കാം. ഇതിൽ മെയിനായിട്ട് 3 സപ്ലൈ ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഒരു ഡ്യുവൽ സപ്ലൈയും ബാക്കി 2 സിംഗിൾ സപ്ലൈ ആണ്. അപ്പോൾ ഡ്യുവൽ സപ്ലൈ കൊടുക്കേണ്ടത് ഈ സബ് ഫിൽറ്ററിനും ബാസ് ട്രബിൾ ബോർഡിനുമാണ്. പിന്നെയുള്ളത് ഒരു റെഗുലേറ്റർ IC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാനിനുള്ള ഒരു സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയോഡ് എന്ന് പറയുന്നത് 4007 ആണ്. ഇതിൽ ഉപയോഗിച്ച കപ്പാസിറ്റർ 1025 വോൾട്ടാണ്. ഇനി അടുത്ത ഇതാണ് എൻ്റെ മെയിൻ പവർ സപ്ലൈ. ഇതാണ് സബിന് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ. ഇതും പ്ലെയിൻ PCBയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരുന്ന കപ്പാസിറ്റർ വാല്യൂ എന്ന് പറയുന്നത് 10,000 മൈക്രോഫാരഡ് ആണ്. 63 വോൾട്ടാണ്. അതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് റുബിക്കോൺ ആണ്. അങ്ങനെ 4 കപ്പാസിറ്ററാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഇനി ബ്രിഡ്ജ് റെക്ടിഫയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 10 ആംപിയറിൻ്റെ 4 ഡയോഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലെയിൻ PCB ആയതിൻ്റെ ഇതിൽ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളും ചെയ്യാണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സബ്വൂഫർ ആംപ്ലിഫയറിന് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പവർ സപ്ലൈ സൈഡാണ്. അതിൽ ആദ്യം വരുന്നത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ നല്ല ആംപിയറുള്ള ട്രാൻസ്ഫോമർ എടുക്കുക. രണ്ടാമത്തത് പവർ സപ്ലൈ ആണ്. നല്ല ആംപിയറുള്ള ഡയോഡ് ആഡ് ചെയ്യുക. അതുകൂടാതെ മൈക്രോഫാരഡ് കൂടുതലുള്ള കപ്പാസിറ്ററും ആഡ് ചെയ്യുക. ഇതാണ് ഹെവി പഞ്ചിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സബ്വൂഫർ ഫിൽറ്ററാണ്. ഇത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സബ്വൂഫർ ഫിൽറ്ററാണ്. നല്ല സ്മൂത്ത് ബാസ് കിട്ടുന്ന ഒരു അടിപൊളി സബ്വൂഫർ ഫിൽറ്ററാണ്. മാട്രിക്സ് കമ്പനി ഇറക്കുന്ന ഒരു സബ്വൂഫർ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിനുള്ള വോൾട്ടേജാണ് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ സബ്വൂഫറിൻ്റെ ബോർഡാണ്. ഇതിൽ എടുത്തേക്കുന്നത് കുമാർ ആഡിയോസിൻ്റെ ഒരു തണ്ടർ മോണോ ബോർഡാണ്. അതിൽ 250 വാട്ട്സ് RMS കിട്ടുന്ന ഒരു അടിപൊളി സബ്വൂഫറിൻ്റെ ബോർഡാണ്. ഇത് STK മോഡലിൽ ചെയ്തിറക്കിയിട്ടുള്ള അടിപൊളി ഒരു സബ്വൂഫർ ബോർഡാണ്. നല്ല ഗെയിനും നല്ല ഹെവി പഞ്ചും കിട്ടുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ട്രാൻസ്ഫോമർ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിൽ 2 ട്രാൻസ്ഫോമറാണ് എടുത്തിട്ടുള്ളത്. ഇത് ആംപ്ലിഫയർ സൈഡിനും ഇത് സബ്വൂഫറിനും ബാസ് ട്രബിളിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു ബാസ് ട്രബിൾ ബോർഡും നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസ്ഫോമർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ 2 ട്രാൻസ്ഫോമറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2നും പവർ സപ്ലൈ വയർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ AC കോഡ്. AC കോഡ് എന്ന് പറയുന്ന ലൈന് ഒരു സ്വിച്ച് വഴിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2ഉം പേരിലേതാണ് കൊടുക്കുന്നത്. ഒരേ സമയം തന്നെ 2 ട്രാൻസ്ഫോമറും ഓൺ ആവും. അടുത്തതായിട്ട് നമുക്ക് ഈ പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയുള്ള ലൈനാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഒരു റെഗുലേറ്ററിന് 5 വോൾട്ടിൻ്റെ ഒരു വോൾട്ടേജ് ഉണ്ട്. അതിൻ്റെ ലൈനുകൾ നമുക്കൊന്ന് കൊടുത്തിട്ട് വരാം. അടുത്ത ചെയ്യാൻ പോകുന്നത് മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് 3 കേബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് 2ഉം AC ആണ്, ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ 2 ACയും ഡയോഡ് വന്ന് ചേരുന്ന സ്ഥലത്താണ്, 2 ഡയോഡ് വന്ന് ചേരുന്ന സ്ഥലത്താണ് ഇത് കൊടുക്കേണ്ടത്. ഇതെൻ്റെ സെൻറ്റർ ടാപ്പാണ്. അപ്പോൾ 2 കപ്പാസിറ്റർ പോസിറ്റീവ് നെഗറ്റീവ് വന്ന് ചേരുന്ന സ്ഥലത്താണ് ഇത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇതിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED കൊടുത്തിട്ടുണ്ട്, ഒരു 1K റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 പവർ സപ്ലൈയും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സബ്വൂഫർ ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ ഏതെന്ന് നോക്കാം. ഈ റെഡ് പോസിറ്റീവ്, ഗ്രൗണ്ട് സെൻറ്റർ, ബ്ലൂ നെഗറ്റീവ്. അപ്പോൾ ഇത് ഈ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ സബ്വൂഫർ ബോർഡിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇതിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് ഗ്രൗണ്ട് കോമൺ. പോസിറ്റീവിന് ഞാൻ ബ്രൗൺ കേബിളാണ് എടുത്തിട്ടുള്ളത്, നെഗറ്റീവ് സപ്ലൈക്ക് ബ്ലൂ. ഇത് 3 ഇതിൻ്റെ പവർ സപ്ലൈ. അടുത്ത പോസിറ്റീവ് സൈഡ് ഈ ബ്രൗണും. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ പവറും കൊടുത്തു കഴിഞ്ഞു. ഓണായിട്ടുണ്ട്. ഓൺ ചെയ്തു. പവർ സപ്ലൈ LED ലൈൻ കത്തിയിട്ടുണ്ട്, ഒരു ബ്ലൂ ലൈറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ചെയ്യാനുള്ളത് ബാസ്റ്റബിൾ വയറിംഗ് ആണ്. അത് രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് പവർ ട്രിക്കിൻ്റെ ഒരു ബാസ്റ്റബിൾ ബോർഡാണ്. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ പവർ സപ്ലൈയും അതിൻ്റെ ഇൻപുട്ടുമാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.